രാവിലെ തന്നെ എഴുന്നേറ്റ് പുതിയ അടുപ്പ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഇവിടെ കത്തിക്കുന്നുണ്ട്. ആദ്യം ഓക്സിജന്റെ സർക്കുലേഷൻ നേരെയാക്കാനായിട്ട്. ഒച്ചയൊക്കെ കേൾക്കണല്ലേ? ഓക്സിജൻ പോണോ? ഒച്ചയൊക്കെ കേട്ടെന്ന്. അടുപ്പ് കത്തിക്കാൻ വന്ന ആളെ പത്രം വായിച്ചോണ്ട് അടുപ്പ് കത്തിക്കാനായിട്ട് അമ്മയും പോലും അങ്ങോട്ട് ഇങ്ങോട്ട് ഓരോ കോമഡിയാണ്. നല്ല മഴക്കാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് ലൈറ്റ് ഒക്കെ ഇട്ട് കത്തിക്കണം. മണ്ണെണ്ണ പിന്നെ റേഷൻ കടയിൽ മണ്ണെണ്ണയൊന്നും ഇല്ല. അമ്മേ എന്റെ അമ്മയെ മുഹൂർത്തം കഴിഞ്ഞ് നിങ്ങൾ പറയില്ലേ നിങ്ങൾ തുണി അമ്മയും മോനും കൂടെ ഇവിടെ രാവിലെ തന്നെ ആ മണ്ണെണ്ണ എടുത്തോണ്ട് വാ. അവിടെ നോക്ക് ആ പെട്രോൾ ടാങ്കി കൊണ്ടുവന്നേ എത്ര തുണിയിട്ടിട്ട് എടുത്തുണ്ടോ? നല്ല മഴയുണ്ട്. മഴയത്താണ് പുതിയ അടുപ്പിന്റെ ഉദ്ഘാടനം ചെയ്യാൻ പോണത്. ഇവിടെ മഴ നല്ല ലക്ഷണമാണെന്ന്. പുതിയ അടുപ്പ് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ മോഹനാണല്ലോ. ഞാൻ ആണുങ്ങൾ ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞോളേ. ഭയങ്കര വിശ്വാസിയാണ്. അന്ധവിശ്വാസിയാണ് മാത്രം. പോകോ ഇനി പോകോ. എടാ മറ്റേ സാധനം വെക്കണ പ്രൊഡ്യൂസർ. ഓ ഇത് കണ്ട അമ്മനെ കുറ്റം പറയാം. അമ്മനെക്കാലം കഷ്ടമാണ് മോൻ. മോന്റെ ഒരു കുന്ന് പേപ്പറാണ് അതിൻ്റെ ഉള്ളിൽ തള്ളി കയറ്റി വെക്കണേ. സത്യാ അടുപ്പത്തി 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 കുഞ്ഞുപാലി അച്ഛനെ കിഴക്കോട്ട് പോയാലാണ് നല്ലതെന്ന് പഠിക്കാൻ. അമ്മക്കേ അന്ധവിശ്വാസം കുറച്ച് പോയാണല്ല. അന്ധവിശ്വാസം കൂടി 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 പോകില്ലാത്തടപ്പം പോകെ കുഴപ്പമായ. ഇന്നെങ്കിലും ഇത്തിരി പാല് തിളപ്പിച്ച് തരുമോ? ഇവിടെ മൊത്തം പുകയ്ക്കോ? അമ്മനേക്കാലം കഷ്ടമുള്ള മോൻ. ഉള്ളിയമ്പൊക്കെ കൊണ്ടല്ല രാവിലെ എന്തുമ്മ കട്ടുന്നേ. എന്തെങ്കിലും ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ കൊതിയാവണം. അങ്ങനെ അടുപ്പ് കത്തി തുടങ്ങി പ്രോപ്പറായിട്ട്. ഇത്രയും നേരം കുറച്ച് പുകയൊക്കെ ഉണ്ടായിരുന്നു. അതവര് പറയണ്ടായി പുകയൊക്കെ വരുന്നു. മഴയും പെയ്ത് പാലും കാച്ചി. മഴയും പെയ്ത് പാലും കാച്ചി. ഈ മഴയത്ത് കയറിപ്പോയടി. മഴയത്ത് കയറിപ്പോയടി. ഈ മഴയത്ത് പനിയും പിടിച്ച് ഇവിടെ നോക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല. പറഞ്ഞിട്ട് കിട്ടിക്കോളും. ഈ മഴയത്ത് കിടന്ന് വേഷം കെട്ടോണ്ട് പനിയും പിടിച്ച തന്നെ നടന്നു കഴിഞ്ഞാൽ ആര് നോക്കും? എനിക്കാണെങ്കിൽ നിന്റെ പ്രായമാണോ? കൊടുക്ക്. അല്ല മഴയത്ത് കിടന്ന് വേഷം കെട്ടണേ. എന്നാൽ തന്നെ പാടില്ലാത്ത പെൺകൊച്ചാണ്. മോളെ ലൈജു, അല്ലെങ്കിൽ ആ ചേട്ടൻ ആ പാലം തിളപ്പിച്ച് നമുക്ക് തരുമോ? ചേട്ടൻ കുറെ നേരം കയറിയിട്ട്. ചേട്ടൻ വല്ലതും അറിയോ? അമ്മ ടെററായി തുടങ്ങി. താനിങ്ങോട്ട് മാറിയോന്ന് ഞാൻ കത്തിച്ചോളാം. നമ്മുടെ മോഹമൊക്കെ മാറി തുടങ്ങി. എനിക്ക് ഇഷ്ടപ്പെടാനുള്ള വല്ല നടക്കുമെന്നാവോന്ന് എനിക്കറിയാൻ പാടില്ല. വലിയ കട പന്തം പോലത്തെ ഉള്ള വേറെ കടുപ്പില് കുത്തി കയറ്റി വെച്ചിട്ട് അമ്മ അതൊക്കെ എടുത്ത് മാറ്റി. ഇഷ്ടപ്പെടാമില്ല പുള്ളിക്കാരത്തേക്ക്. എന്താ മോഹമൊക്കെ മാറി. എന്താ ഞാൻ എന്തൊന്നേ കിടന്ന് കാണിക്കണേന്നാണ് മനസ്സുകൊണ്ട് പറയണേ.
കൊച്ചയുടെ പാല് തിളപ്പിക്കണ. മോന്റെ പാല് കാച്ചൽ കഴിഞ്ഞിപ്പോ അമ്മ കയറി. മോൻ പഠിച്ചോടി വാരിട്ട് നോക്കിട്ട് നടക്കണില്ല. ഇതൊക്കെ നീ അങ്ങനെ തന്നെയല്ലേ ഇതേ അമ്മയും മോനും കിടക്കണം. ഇത് കത്തിക്കണ സമയത്ത് ഇത് അടച്ചു വെക്കാം. ഇത് കത്തിക്കണ സമയത്ത് ഇത് അടച്ചു വെക്കാം. ഇത് രണ്ടും കത്തിക്കണ സമയത്ത് ഇതിനകത്ത് കുടുക്ക വെക്കാം. മനസ്സിലായ? ഒരു പാത്രം ഇതിനകത്ത് വെക്കാം. ഇത് ഒരു കാരണവശാലും ഇത് വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ചിട്ടായി പോകും. മനസ്സിലായ? പക്ഷെ അപ്പൊ ഒരു പാത്രം വെച്ച് അടച്ചു. പാത്രം വെക്കാം. വെള്ളം ചൂടാക്കി ഇതിനകത്ത് കഞ്ഞിമല വെച്ചോ. ഇത് വിറക് കത്തിച്ചോ. അത് പാലടച്ചോളൂ. മനസ്സിലായോ? തലയൊക്കെ ചൊറിയണ്ടല്ലോ. പോയി അത് ഉള്ളിലോട്ട് കയറിയിരിക്കും ഉള്ളിക്കരുത്. ഒരമ്മമ്മ പാല് തിളപ്പിക്കാൻ കേറിട്ട് ഇവിടെ അടുപ്പ് കിടക്കണ കോലം കാണണം. നിറച്ച് കരിയും കണ്ട. കരിയും പിടിപ്പിച്ച് ഒക്കെ പിടിപ്പിച്ച് ഇതിനെ നടുപ്പത്ത് കയറ്റാൻ പാടില്ല. അവിടെ കത്തിക്കാൻ ആരോ പറഞ്ഞ ചന്തി അതിന്റെ മറ്റേ റെഡ്യൂസർ എടുത്ത് മാറ്റാൻ ചന്തി കത്തിക്കണ്ടോ. ഇങ്ങനെ ചന്തി അതിലും കുടുക്ക വയ്ക്കാൻ പറ്റില്ലെങ്കിലും അങ്ങനെ മതി. കുടുക്ക വയ്ക്കാൻ നല്ലത്. അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് വെള്ളം തിളച്ചിട്ട് ഗ്യാസ് കിട്ടില്ലല്ലോ. അങ്ങനെ അമ്മയും മോന്റെയും അംഗം വെട്ടല് കഴിഞ്ഞിപ്പോ അടുത്തത് ഞാൻ കേറി പാല് തിളക്കണ്ടോ നോക്കാനായിട്ട്. മോനാണ് ഇട്ടേച്ചു പോയി. കുറെ നേരമൊക്കെ ട്രൈ ചെയ്ത് മോനിവിടെ കാലം കോലാക്കി ഇട്ടേച്ചു പോയി. ലാസ്റ്റ് പിന്നെ അമ്മ കയറി ഒന്ന് പാകപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അടുത്തതിന് കാവലിരിക്കണം. പാല് തിളയ്ക്കോ മനുഷ്യന് ഉറക്കം വന്നിട്ട് പാടില്ല. പാല് നോക്കി നോക്കി ഉറക്കം വന്നു. തമ്പ്രാട്ടി കുട്ടി ചോളെ നോക്കിയടി നിന്റെ മോൻ പാല് വെച്ചിട്ടെന്ത് അതുപോലെ കിടന്നിറങ്ങി ടച്ച് കൊടുത്തു. തമ്പ്രാട്ടി കൊച്ചാണ്. കണ്ണെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കൊച്ചാള് ശരിയൊന്നുമല്ല. മഴയത്തൊക്കെ പോയി പാത്രം ഒക്കെ കഴിവും മലക്കേറി ചെയ്യും. തലയിൽ വെച്ച പേനരിക്കും താഴെ വെച്ച ഉറുമ്പരിക്കും പറഞ്ഞ് കൊണ്ടു നടക്കണം. ഇപ്പൊ എങ്ങനെ? പക്ഷെ ഞങ്ങളൊരു വിലയില്ല. ഞങ്ങൾ പറഞ്ഞ അനുസരിച്ചില്ല. ഭയങ്കര വാശിയും ഭയങ്കര കണ്ടാ. പെണ്ണുങ്ങള് കത്തിച്ചപ്പോ കത്തണ കത്തല് കണ്ടാ. അടിപൊളിയായിട്ട് കത്തി. എന്താ ഒച്ചേട്ടാ? അടുപ്പ് കത്തിച്ചപ്പോ എന്തോ ഒച്ചയായിട്ട് ഞാൻ പേടിച്ചു. എന്തൊച്ചേട്ടന്നത്? അടുപ്പ് എന്റേതാണ്. ഉറക്കം തന്നെ. ഇന്നലെ കിടന്നപ്പോ ലേറ്റ് ആയിപ്പോയി. നല്ല ഉറക്കം വന്നിട്ടുള്ളു. ചൊറിയാമ്പുഴ പോയി കിടന്നിറങ്ങി. നമ്മളിങ്ങനെ ചൊറിയാമ്പുഴ പോയാന്ന് നമ്മുടെ മോനാണ് പറയണേ. ചെറിയാമ്പുഴ കുഞ്ഞി ചെറിയാമ്പുഴാണ് ഞങ്ങള്. ഞളച്ചൊളച്ചൊളച്ച് കുഞ്ഞി ചെറിയാമ്പുഴ പോയി കിടന്നിറങ്ങിപ്പോയി. വർക്കേരിയുടെ പണിയൊന്നും മൊത്തം കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇനി ടൈലൊക്കെ ഇടാനുണ്ട്. ഇവിടെ ഗ്രാനൈറ്റ് ഒക്കെ ഇടാനുണ്ട്. അപ്പൊ അതൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇനിയിപ്പോ ഇനി മഴയൊക്കെ കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. കാരണം പണിക്കാരൊന്നും കിട്ടാനില്ല. പിന്നെ കുറെ നാളായി പണിക്കാർ ഇങ്ങനെ. എത്ര നാളായി നമ്മൾ ഈ പണി ചെറിയ ചെറിയ പണികൾ ഉണ്ടായുള്ളൂ. കുറെ നാളായി. പണിക്കാര് വേറെ ആരുമില്ല കേട്ടാ. വേറെ പണിക്കാരൊക്കെ വേഗം പെയിന്റ് അടിക്കാരൊക്കെ വേഗം തീർത്ത് അങ്ങനെ ഓരോരുത്തരൊക്കെ തീർത്ത്. പക്ഷെ വാർക്ക പണിക്കാരുണ്ട്. പൊന്നോ വിളിച്ചാലും വരയില്ല.
അവര് പയ്യെ പയ്യെ വല്ലപ്പോഴും വരും, പിന്നെ വരാതിരിക്കും, വല്ലപ്പോഴും വരും, പിന്നെ വരാതിരിക്കും. ലാസ്റ്റ് ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് വിചാരിച്ച് വാർക്കപ്പണിക്കാർ എങ്ങനെയെങ്കിലും പണി നിർത്തുന്ന പോയാൽ മതി എന്നുള്ള ആ ഒരു ഇതായി. അത്രയ്ക്കും മനുഷ്യന്റെ മനസ്സങ്ങോട്ട് മടുത്തങ്ങോട്ട് പോയി. ഇല്ലമ്മേ, അതൊന്ന് വന്ന് തീർത്ത് തന്നാ മതി, ഒന്ന് എത്രയും പെട്ടെന്ന് തീർത്ത് തരട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ അവർ തീർത്ത് തന്ന് പോട്ടെ എന്നുള്ള ആ ഒരു ഇതായിരുന്നു. അത് നമുക്കും ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ഓരോ സാധനങ്ങൾ റെഡിയാക്കി കൊടുക്കണം. അതിന് നമ്മൾ അതിന് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് നമ്മളിങ്ങനെ ഇരിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ ആരും ഇല്ലെങ്കിൽ അവർക്കത് പണിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് അത് വേണം, ഇത് വേണം, അതിനൊക്കെ ഒരാളിവിടെ വേണം. അപ്പൊ നമുക്ക് എപ്പോഴും ഇതിന്റെ പുറകെ നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പൊ ആ പണിയൊക്കെ പെൻഡിങ്ങിൽ വെച്ച്, ബാക്കിയുള്ള പണികളൊക്കെ പെൻഡിങ്ങിൽ വെച്ചേക്കണം. മഴയൊക്കെ മാറിയിട്ടൊക്കെ ഇനി ചെയ്യാന്ന് വിചാരിച്ചു. ഞാനെങ്കിൽ ഇവിടെ ഉറങ്ങി പോകും തോന്നും. എനിക്ക് ഉറക്കം വന്നിട്ടുണ്ട്. കുറെ നേരം പാലും തിളച്ച് നോക്കിയിരിക്കാൻ വേണ്ടി പാല് മഞ്ഞില്ല. ലൈജുമോളുടെ അടുപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞ. ലൈജുന്റെ മക്കളുണ്ടാക്കി കൊടുത്ത അടുപ്പാണത്. അടുപ്പെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? കുഴപ്പമില്ല. ഗ്യാസിൽ പെട്ടെന്ന് കത്തിക്കുമ്പോഴുള്ള സുഖം അടുപ്പിൽ കത്തിക്കുമ്പില്ല. നമ്മൾ കുറെ വിറകാണെന്ന്. ഞാൻ പാല് തിളയ്ക്കണം നോക്കി നിന്ന് ആവശ്യമായ നമ്മുടെ കോഴികൾ ഉണങ്ങിപ്പോയി. നമ്മുടെ കോഴികൾ ഉണങ്ങിപ്പോയി. ഞങ്ങളുടെ കുഞ്ഞിപ്പുഴുണ്ട്. കുഞ്ഞിപ്പുഴു കത്തിച്ച് മതിയായിട്ട്. കുഞ്ഞിപ്പുഴു എവിടെ പോയമ്മ? കുഞ്ഞിപ്പുഴു എന്തിയമ്മ? നമ്മുടെ കുഞ്ഞിപ്പുഴുടെ ഒച്ചയൊക്കെ അവിടെ കണ്ട. കുഞ്ഞിപ്പുഴുവിനെ കത്തിച്ചെത്തിച്ച് മതിയായി കഴിഞ്ഞ കുഞ്ഞിപ്പുഴു ഇട്ടു പോയി. കുഞ്ഞിപ്പുഴു വന്ന് കുഞ്ഞിപ്പുഴു അവിടെ പോയി. അമ്മ ഉണ്ടായിരുന്നു. കുഞ്ഞിപ്പുഴു ഞൊളച്ചു പോയിന്ന്. കുഞ്ഞിപ്പുഴു മതിയായിട്ട് എഴുന്നേറ്റ് പോയി. ഉറക്കം കഴിഞ്ഞാൽ എഴുന്നേറ്റ് വന്ന് പാല് അടച്ചിട്ടില്ല. എടാ ചക്കപ്പഴുത്ത് കുഞ്ഞിപ്പുഴ വന്ന്. ഞങ്ങളുടെ കുഞ്ഞിപ്പുഴ വന്ന്. കുഞ്ഞിപ്പുഴുവിന്റെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ അമ്മ കയറിയിട്ട് മനുഷ്യനാണെങ്കിൽ ഇവിടെ നിന്ന് ഉറങ്ങിപ്പോയി. രണ്ടുപേരും കൂടെ എന്താ അതിൻ്റെ നോക്കണം. ഇങ്ങനെ കത്തോ? കുഞ്ഞിപ്പുഴ പോയി. കുഞ്ഞിച്ചാടി. കുഞ്ഞിപ്പുഴ കിടക്കണ നോക്കിയ ലൂസീനെ അടിച്ചിട്ടിട്ട് കുഞ്ഞിപ്പുഴ അതിലടക്കണം. ഞങ്ങളുടെ കുഞ്ഞിപ്പുഴ വാലടച്ച് ഇനി എവിടേക്ക് പോണേ നോക്കിയാണ്. എന്റെ ഒന്നും ആകാംക്ഷ ഉണ്ടാ? സന്തോഷം. അവിടെ പേടിയാണ് ലൂസ് ചെയ്തോന്ന് ഓർക്കുന്ന. അവള് കാലുമോന്നോണ്ട് ഇടിയും. പൊന്തൊക്കെ ഉണ്ട്. പൊന്തമല്ല ഒന്ന് പൊന്താത്ത എന്തെങ്കിലും പൊന്തോ? എടാ പൊന്തണ്ട അവിടെ. എങ്ങടെ പോണേ? മാതാവേ, ദർശനം വേറെ കണ്ടോണല്ലോ. ഇവിടെ പാല് കുറച്ച് കൊണ്ടുണ്ടോ? ഒരാൾ കപ്പം കൊണ്ട് വന്നേക്കണം. പാല് വെച്ചെന്തോ പോയില്ലല്ലോ. തന്നെ വന്നു. ഒരാളെ പാല് തിളച്ച് റെഡി ആയിട്ടില്ല. കപ്പം കൊണ്ട് കുടിക്കായിരുന്നു. അമ്മ എന്തിനാ ഇതിൽ കയ്യത്? എന്തിനാണ് കൈ വെച്ചത്തിക്കാ? പാല് വേവുന്നോ? വെച്ചേ ഭക്ഷണം കഴിക്കാനുണ്ട്. അപ്പൊ പാല തിരിഞ്ഞായിരിക്കാം. കുഞ്ഞിപ്പുഴ സമ്മതിക്കണില്ല. പാലം കളച്ചൊക്കെ മതി. കാണാനില്ലല്ലോ ഇനി കൂട്ടാരം. ഇതേപോലെയാണ്. എന്തൊരു ബന്ധമാണെന്നറിയോ?
അതിന് കഴിച്ചു കഴിഞ്ഞാൽ ഞാനൊക്കെ അടിക്കോ ഇടക്കല്ലത് തണക്കൂലത് ഞങ്ങളൊന്ന് നീങ്ങിക്കാൻ പറ്റില്ല ചേർന്ന് അമ്മേ തിളക്കാത്തോണ്ട് ഒരാളുടെ മുഖമൊക്കെ വാടി തുടങ്ങി. ആളാണെങ്കിൽ പാലൊക്കെ തിളച്ച്, പക്ഷെ പാല് തിളച്ച് പുറത്തോട്ട് പോയില്ല. ഒരാളെ പാല് തിളച്ച് പുറത്തോട്ടൊന്നും പോയിട്ടില്ല. അപ്പോഴൊന്നും കപ്പം കൊണ്ടുവന്നു. അമ്മയാണെങ്കിൽ ഇത് പാല് തിളച്ച് പുറത്തോട്ട് പോയില്ല എന്നൊക്കെ പറഞ്ഞ അന്ധവിശ്വാസത്തിന് കയറി പിടിക്കണ സ്വഭാവം ഉണ്ട്. പുള്ളി ഫസ്റ്റ് തന്നെ പഞ്ചസാരയൊക്കെ എടുത്തിട്ട് കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നീ കൂടാനില്ലല്ലോ. നല്ല മഴ. അയ്യോ മഴയോടെ മഴ മഴ മഴ. ഇന്നടുത്ത കഞ്ഞിയൊക്കെ തിളപ്പിക്കാൻ പോണം. കഞ്ഞിയല്ല ചോറ് വയ്ക്കാൻ പോണം. കുഞ്ഞിപ്പുഴ പാല് കുടിക്കാൻ പോകണ. കുഞ്ഞിപ്പുഴ കുഞ്ഞിപ്പുഴ പാലെടുത്തോണ്ടായി അടുക്കളയിലോട്ട് ഇടാൻ പറഞ്ഞപ്പോ കുഞ്ഞിപ്പുഴ എനിക്ക് പറ്റില്ല. ഞാനതിൽ പാലെടുത്തോണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പാലാച്ചില കഴിഞ്ഞു.